ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാപ്പൻഡ്. ബട്ട് താങ്ക് ഗോഡ് എൻ്റെ കല്യാണമാണ് ഇതെല്ലാം മാറ്റിമറിച്ചത്. കല്യാണത്തിന് ശേഷമാണ്. ബിക്കോസ് ഐ ഗോട്ട് മാരീഡ് അറ്റ് 18. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ലോ അക്കാഡമിയിലായിരുന്നു. സോ ദാറ്റ് ചേഞ്ച് ദ ഹോൾ സിനാരിയോ. ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പണ്ടേ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഐ ഡോണ്ട് വോണ്ട് ടു ഡിപ്പെൻഡ് ഓൺ പാരൻസ്. അങ്ങനെയാണ് എന്നെ വളർത്തിയതും. എല്ലാം ഉണ്ടായിരുന്നു, സുഖ സൗകര്യങ്ങൾ. ബട്ട് ഐ എം എ പേഴ്സൺ ഹു ഓൾവേസ് തിങ്ക് ലൈക്ക് നമ്മൾ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന്. ബട്ട് കല്യാണം 18 വയസ്സിലേ കഴിഞ്ഞതുകൊണ്ട് ഐ ഡോണ്ട് വോണ്ട് ടു ഡിപ്പെൻഡ് ഓൺ അജിത്തിൻ്റെ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് എനിക്കില്ലായിരുന്നു. സോ ഐ സ്റ്റാർട്ടഡ് കോമ്പയറിങ്. അതാണ് എൻ്റെ തുടക്കം ഏഷ്യനെറ്റിൽ പാട്ടുപെട്ടി. സോ അതും സംഭവിച്ചു പോയതാണ്. ബട്ട് ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ഇറ്റ്. കല്യാണത്തിന് ശേഷമാണ് ആങ്കറിംഗ് ചെയ്യുന്നത്. ഞാൻ അതുവരെ ഒരു ഡാൻസ് ചെയ്യും, അതും അമ്പലത്തിലൊക്കെ ഡാൻസ് ചെയ്യുള്ളൂ. കാര്യം വീട്ടിലങ്ങനെ സ്റ്റേജ് പെർഫോമൻസ് അതൊന്നും I was not at all into it. കാര്യം ഞാൻ അങ്ങനത്തെ ഒരു വീട്ടിലല്ല. ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, നന്നായിട്ട് പഠിക്കും. ഞാൻ നല്ല പഠിക്കുമായിരുന്നു. സ്റ്റുഡിയസ് ആയിരുന്നല്ലേ? നോട്ട് സ്റ്റുഡിയസ് ആൻഡ് ഓൾ, ബട്ട് ഞാൻ പഠിക്കും, നന്നായിട്ട് പഠിക്കും. ഇപ്പോൾ തലയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പഠിക്കുമായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു. ബട്ട് ഈ കല്യാണത്തിന് ശേഷം ആകെ മൊത്തം ഒന്ന് മാറി. ഐ കണ്ടിന്യൂഡ് മൈ സ്റ്റഡീസ്. അതിൻ്റെ കൂടെ ഞാൻ VJ ആയി. അതിനോടൊപ്പം തന്നെ ഞാൻ ബുട്ടീക്കും തുടങ്ങി. വെൻ ഐ വാസ് 21. എൻ്റെ മോളുണ്ടായി 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബുട്ടീക്കും സ്റ്റാർട്ട് ചെയ്തു. ബിക്കോസ് ഐ ഓൾവേസ് വോണ്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ആ ഫീൽഡ് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഇപ്പോഴും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ ഐ കെയിം ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. ബബ്ബ അടിച്ച് മൊത്തം കുളം കോരിയൊരു വ്യക്തിയാണ് ഒരു 5-6 മാസം. കാര്യം പാട്ടുപെട്ടി വാസ് ലൈക്ക് ഫുൾ സ്ക്രിപ്റ്റ് പഠിക്കണം. മലയാളം അറിഞ്ഞൂടാഞ്ഞിട്ടല്ല, പക്ഷെ കട്ടി വാക്കുകളും. അപ്പം ഇപ്പോഴത്തെ ഒരു വേ ഓഫ് ആങ്കറിംഗ് നമ്മൾ അച്ചടി ഭാഷയിൽ സംസാരിക്കണം. ഞാൻ ക്യാമറ ഫേസ് ചെയ്തിട്ടുമില്ല. സോ അതൊരു ഞാൻ എപ്പോഴും പറയും, അത് ഞാൻ എപ്പോഴും പറയാൻ കാര്യം എനിക്ക് പുള്ളിക്കാരൻ ആ പാട്ടുപെട്ടിയുടെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിന് മറക്കാൻ പറ്റില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ക്ഷമ കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാനൊരു VJ പോലും ആവത്തില്ലായിരുന്നു. പുള്ളിക്കാരൻ ക്ഷമിച്ച് എന്നെ സഹിച്ചു ഞാനൊന്ന് ശരിയായി വരുന്നത് വരെ. എനിക്ക് തോന്നുന്നു അപ്പം വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു തോന്നുന്നു, ആരെയും കിട്ടിയില്ലെന്ന് തോന്നുന്നു. സോ ദാറ്റ്സ് ഹൗ ഐ കെയിം ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. പിന്നെ അജി മരിച്ചതിന് ശേഷമാണ് ഞാൻ അഭിനയിച്ചു തുടങ്ങിയത്. ബിക്കോസ് അജിത്തിന് അങ്ങനെ അഭിനയം വലിയ ഇഷ്ടമല്ലായിരുന്നു ഞാൻ അഭിനയിക്കുന്നു തോന്നുന്നു. സോ ഇറ്റ് ഓൾ ഹാപ്പൻഡ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചേച്ചി ഇത്രയും സിനിമയിൽ അഭിനയിച്ചല്ലോ, ആസ് എൻ ആക്ടർ ചേച്ചി എങ്ങനെയാണ് ചേച്ചി വിലയിരുത്തുന്നത്? ഐ മീൻ ഓക്കെ ആർട്ടിസ്റ്റ്, വലിയ സംഭവമൊന്നുമല്ല. ആൻഡ് ഐ ഡോണ്ട് ഹാവ് ഗുഡ് PR. ഞാനൊരു ലേസി പേഴ്സണാണ്, കുറച്ച് മടിച്ചി ആണ്. സോ ഐ എം നോട്ട് ടോട്ടലി ഫോക്കസ്ഡ് ഇൻ ടു മൂവീസ്. ഭയങ്കര ഇഷ്ടമാണ്, വന്നാൽ ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ഐ ലവ് മൂവീസ് ആൻഡ് ഐ വോണ്ട് ടു ബി ഇൻ ടു ഇറ്റ് ഓൾവേസ്. അങ്ങനെ തന്നെ മരിക്കണം എന്നാണ് എനിക്ക് സിനിമയ്ക്കകത്ത് നിന്ന്. സോ ഹൗ ഐ പ്ലേസ് മൈസെൽഫ് എന്ന് ചോദിച്ചാൽ ഐ എം ഓക്കെ ആർട്ടിസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ചേച്ചിയുടെ ഫിലിമോഗ്രഫി നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമയിൽ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 27 ഇയേഴ്സ് ആവുന്നു. അപ്പം ചേച്ചിയുടെ ആ ഒരു കാലിബർ കാണിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അഭിനയ സാധ്യത, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു റോള് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ് എന്തൊക്കെയോ ചെയ്തു എന്ന് ഞാൻ പറയുള്ളൂ. കാര്യം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാര്യം ആൾക്കാർ കാണുമ്പം കുറച്ച് സിനിമകൾ എടുത്ത് പറയുന്നുണ്ട്, ബട്ട് ദേ ഡോണ്ട് നോ, മെനി പീപ്പിൾ ഡസന്റ് നോ മൈ നെയിം. അതെനിക്ക് തോന്നാറുണ്ട്. എല്ലാവർക്കും അറിയാം എന്നെ, ആക്ഷൻ ഹീറോ ബിജു അല്ലെങ്കിൽ ട്രിവാൻഡ്രം ലോഡ്ജ്, അങ്ങനെ കുറച്ച് സിനിമകൾ ഇവർ എന്നൊക്കെ പറഞ്ഞ് അറിയാം. ബട്ട് ദ പ്രോബ്ലം ഇസ് ലൈക്ക് അൺടിൽ ആൻഡ് അൺലെസ് വി ഡു എ മേജർ റോൾ, അത് അത്രയും ഹിറ്റാവുകയും വേണം സിനിമ. സോ ഐ ഹാവ് ഡൺ മെനി റോൾസ്. അതിൽ പല സിനിമയും ഒരു 40 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 സിനിമയായിരിക്കും എല്ലാവരും. അതിനെക്കാട്ടിലും സ്ട്രോങ് ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇഫ് ദ മൂവി ഡസൻറ്റ് റീച്ച് പീപ്പിൾ, നമ്മളും റീച്ച് ആവില്ല. സോ ദാറ്റ്സ് ലൈക്ക് ഐ ഹാവ് നോട്ട് ഗോട്ട് പ്രോപ്പർ ലൈക്ക് ഒരു സ്പേസ് കിട്ടിയിട്ടില്ല. ആൻഡ് ഐ തിങ്ക് ലൈക്ക് ഐ വിൽ ഗെറ്റ് ഇറ്റ്. അതെ അതെ, സം ഡേയ്സ് ഡെഫിനറ്റ്ലി, ബിക്കോസ് ഏജ് ഇസ് നോട്ട് എ ഫാക്ടർ. സോ ഐ വിൽ ഗെറ്റ് ഇറ്റ്, ഐ എം ഷുവർ. ഓക്കെ, ചേച്ചിയുടെ ലാസ്റ്റ് റിലീസ് ഇപ്പം ധീരമാണല്ലോ. സോ തിരിഞ്ഞു നോക്കുമ്പോൾ സിനിമയിൽ നമ്മൾ ഓർത്തിരിക്കുന്ന മുഖങ്ങൾ ആരൊക്കെയാണ്? ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ടച്ച് വുഡ് ലൈക്ക് എനിക്കുണ്ടായിട്ടില്ല. ഒരു നെഗറ്റീവ്
തോട്ടോ ഒരു ഫീലിങ്ങോ ഒരു അപ്രോച്ചോ ഒന്നും ഉണ്ടായിട്ടില്ല, ടു ബി വെരി ഫ്രാങ്ക്. അതുകൊണ്ട് എല്ലാവരെയും മിക്കവാറും എല്ലാവരും കൂടി അഭിനയിച്ചിട്ടുണ്ട്. സോ അത് എന്ത് തിങ് ഈസ് ലൈക്ക് ഞാൻ ഭയങ്കര ഹൈപ്പറാണ് സെറ്റിൽ. ലൈക്ക് ഐ മിങ്കിൾ വിത്ത് എവ്രി വൺ. അതൊരു കുഴപ്പമാണോ ചോദിച്ചാൽ ചിലപ്പോൾ കുഴപ്പമായിരിക്കും. ലൈക്ക് ഞാൻ 2 ദിവസം കൊണ്ട് തന്നെ അങ്ങനെ അധികം സംസാരിക്കേണ്ടെന്നൊക്കെ വിചാരിച്ച് പോവും. ബട്ട് അവിടെ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. സോ ഐ മിങ്കിൾ വിത്ത് എവ്രി വൺ ആൻഡ് ഐ ഫീൽ ലൈക്ക് എവ്രി വൺ വാസ് ഗുഡ് ടു മീ ഇൻ ദ ഇൻഡസ്ട്രി. ഈച്ച് ആൻഡ് എവറി പ്രൊഡ്യൂസേഴ്സ്, ഈച്ച് ആൻഡ് എവറി ആർട്ടിസ്റ്റ്. അപ്പം എനിക്ക് എപ്പോഴും നല്ല അനുഭവങ്ങളാണ് കിട്ടിയുള്ളത്. ദാറ്റ്സ് വൈ ഐ സ്റ്റിൽ ലവ് മൂവീസ്. ഐ നെവർ വോണ്ട് ടു ക്വിറ്റ്. ഐ ഡോണ്ട് ഹാവ് എനി ബാഡ് എക്സ്പീരിയൻസ്. സോ ഐ ലവ് ഈച്ച് ആൻഡ് എവറി ഫേസസ്. ഇപ്പം മമ്മൂക്ക, ലാലേട്ടൻ മുതൽ എല്ലാവരും കൂടി അഭിനയിച്ചത് കൊണ്ട്, ഇവൻ നീരജ്, ലൈക്ക് ബേസിൽ എല്ലാവരും കൂടി അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് ഐ എം ഹാപ്പി വിത്ത് എവറി വൺ. ചേച്ചിക്ക് ആ ഒരു ഷിഫ്റ്റ് നന്നായിട്ട് സിനിമയിൽ നടന്നത് അറിയാൻ പറ്റുമായിരിക്കുമല്ലോ. അതായത് നേരത്തെ ആക്ടേഴ്സിന്റെ കൂടെയും ഇപ്പോഴത്തെ യങ് മെയിൻ സ്ട്രീം ആക്ടേഴ്സിന്റെ കൂടെയും അഭിനയിക്കുന്നുണ്ട്. അപ്പം ചേച്ചിയുടെ കണ്ണിൽ കണ്ടിട്ടുണ്ടായിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് മൂവി ഇൻഡസ്ട്രിയിൽ? ബിക്കോസ് ഐ ഡോണ്ട് നോ ദ ടെക്നിക്കൽ തിങ്സ്. അതുകൊണ്ട് എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ദ തിങ് ഇസ് ലൈക്ക് ഐ ആം ആൻ ആർട്ടിസ്റ്റ്. അപ്പം എനിക്ക് അന്നും ഇന്നും ഞാൻ പഠിച്ച് പറയുന്നൊരു അഭിനയം ഞാൻ ചെയ്തിട്ടില്ല. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് തിങ് വാസ് വിത്ത് ശ്യാമപ്രസാദ്, ഡയറക്ടർ ശ്യാമപ്രസാദ്. അപ്പോൾ എൻ്റെ സ്കൂളിംഗ് ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഭയങ്കര നല്ല സ്കൂളിംഗ് ആണ്. കാര്യം ശ്യാമപ്രസാദ്, ടി കെ രാജീവ് കുമാർ സാർ. സോ അങ്ങനെ വന്നതുകൊണ്ട് അവരും എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, സ്ക്രിപ്റ്റ് ഒന്നും. ഇഷ്ടമുള്ളത് പറയാൻ പറയും, ലൈക്ക് നോക്കുക പറയുക. അപ്പോഴും ഞാൻ അങ്ങനെയാണ് പോയത്. കാര്യം ടെക്നിക്കലി ഐ എം നോട്ട് ദാറ്റ് അവെയർ ഓഫ് ലൈക്ക് ക്യാമറ ആംഗിൾസ് ഓർ മേ ബി അതൊന്നും വലിയ ഒരു സംഭവം എനിക്കിപ്പോഴും, ഞാൻ കുട്ടി തന്നെയാണ് അതിനകത്തൊക്കെ. പക്ഷേ ലൈക്ക് എനിക്ക് ഓരോ സിനിമയിൽ നിന്നും അങ്ങനെ പഠിപ്പിച്ച് പറയിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് സിനിമയുടെ ഷിഫ്റ്റ് എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് ഇപ്പോൾ ധീരത്തിൽ പോലും ഞാൻ നോക്കി, ഞാൻ എന്തത് പറഞ്ഞു, ലൈക്ക് ദർ വിൽ ബി കറക്ഷൻസ്. അപ്പം എല്ലാ ഡയറക്ടേഴ്സും വാസ് നൈസ് ടു മീ. ദേവിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടമുള്ള പോലെ. സോ ഐ കാൺട്ട് ഫൈൻഡ് എ ഡ്രാസ്റ്റിക് ഷിഫ്റ്റ് അണ്ടിൽ ആൻഡ് അൺലെസ് ഐ വാച്ച് ദ മൂവി. മൂവി കാണുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവങ്ങളായിരുന്നോ, ബട്ട് വാട്ട് ഐ ഡു മൈ പാർട്ടിൽ എനിക്കൊരു ഷിഫ്റ്റും തോന്നിയിട്ടില്ല. ചേച്ചിക്ക് ചേച്ചിയെ സ്ക്രീനിൽ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു സിനിമ ഏതാ? ഇവറാണല്ലേ. ഓ, ഇവർ സിനിമ അല്ല, ഞാൻ ചെറുപ്പമായതുകൊണ്ട് എനിക്ക് തോന്നുന്നതായിരിക്കും ഇപ്പൊ. അപ്പൊ ചെറുപ്പമായിരുന്നു. അതെ, അന്ന് അങ്ങനെ ഒരു റോൾ ആ ടൈമിൽ ചെയ്യുന്നത്. ബട്ട് ടു ബി വെരി ഫ്രാങ്ക്, ഐ എം നോട്ട് ലക്കി. ഞാനൊരു ലക്കി പേഴ്സൺ അല്ല. എനിക്ക് തോന്നുന്നു സിനിമയിൽ ലക്ക് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ബിക്കോസ് ആ ഒരു റോള് മതി എനിക്ക് എവിടെയെങ്കിലും എത്താൻ. ബിക്കോസ് ഇൻ ദാറ്റ് മൂവി ഭാവന ആൻഡ് മീ ഡിഡ് ദ മേജർ റോൾസ്, ബട്ട് ഐ കുഡന്റ് റീച്ച് എനിവെയർ. സോ ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ലൈക്ക്, എനിക്ക് തോന്നുന്നു സിനിമ കുറേയൊക്കെ ലക്കാണ്. സോ ഐ ലവ് ടു വാച്ച് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ, ബട്ട് ഐ എം സാഡ് അബൌട്ട് ഇറ്റ്. ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു പൊസിഷനിൽ എത്താൻ പറ്റിയില്ല എന്നുള്ളത്.